നമസ്കാരം. നാട്ടുരാജ്യം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതീവ ഗുരുതരമായ ഒരു കൊലപാതകം. നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു റിപ്പോർട്ടാണ്. സ്വന്തം മകൻ ഒരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടി അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഏനനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വടക്കേക്കര വീട്ടിൽ മരിച്ചുപോയ ഭാസ്കരൻ്റെ ഭാര്യ കൗസല്യ 64 മരണപ്പെട്ടത്. ഏറ്റവും ഇളയ പുത്രൻ വാവയെന്നറിയപ്പെടുന്ന 45 വയസ്സുകളുമുള്ള സിജോയാണ് കൊലപാതകൻ. കേരളം ദിനംപ്രതി കേൾക്കാത്ത കേൾവിയും കൊലപാതകങ്ങളും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന സമയത്താണ് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏനാലൂരിൽ ഒരു വിചിത്രമായ കൊലപാതകം നടന്നിരിക്കുകയാണ്. സ്വന്തം മകൻ അമ്മയെ കൊലപ്പെടുത്തി. എന്തിനെന്ന് ചോദിച്ചാൽ പണത്തിനു വേണ്ടി. അമ്മ ഒറ്റയ്ക്കെന്ന് പറയാം, എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇവർ 3 മക്കളാണ്. മകൾ വിദേശത്താണ്. കൊല ചെയ്യപ്പെട്ട വ്യക്തി ഇവിടുന്ന് വേറെ അടിമാലി റൂട്ടിലാണ് താമസം. പണത്തിന് വേണ്ടി വരികയും അമ്മയോട് പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പണമില്ല എന്ന് പറഞ്ഞു. ഉടനെ സ്വർണം ആവശ്യപ്പെട്ടു. സ്വർണം തരില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ പോവുകയും വൈകുന്നേരം കൊല ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ വരികയും അമ്മയെ ബലമായി പിടിച്ചു വീഴ്ത്തുകയും ഷാളിട്ട് മുറുക്കി എങ്ങനെയോ മൽപ്പെടുത്തിക്കൂടെ തൊണ്ടയ്ക്കൊക്കെ മുറിവുണ്ടായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. അമ്മയെ കൊലപ്പെടുത്തി 3 പവൻ അപഹരിച്ച ശേഷം പ്രതി കൂളായി തന്നെ ഇവിടെ അടുത്ത് പുഴയിൽ കുളിക്കാൻ പോയി. അപ്പോൾ ആ ഷാള് അവിടെ എറിഞ്ഞു കളഞ്ഞതായിട്ടാണ് പ്രതി പറയുന്നത്. അപ്പോൾ ആ ഷാള് തെളിവെടുപ്പിനായി ഇപ്പോൾ പോലീസും സംഘമെല്ലാം DSP ഉൾപ്പെടെ ആ പുഴയിലേക്ക് പോയേക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏനനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് മെമ്പർ വിവരമറിഞ്ഞ് ആദ്യം സ്ഥലത്തെത്തിയതാണ്. മെമ്പർ പറയുന്നത് ഇങ്ങനെയാണ്. കുട്ടായി അവനെ വിളിച്ച് പറഞ്ഞു, അമ്മ മരിച്ചു എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് നേരാണെന്ന് പറയാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി തൊട്ടടുത്ത വീട്ടിലെ മുണ്ടൻചേട്ടൻ, ആ ചേട്ടനാണ് അവരുടെ മുതലാളി. മുണ്ടൻചേട്ടനെ കൂട്ടി ഞങ്ങളിവിടെ വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് ചേട്ടനോട് ഇവിടെ വന്നു. കുട്ടായി വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ 4 പേരോടെ കയറി ചെല്ലുമ്പോൾ ഈ വാവ ഇവിടെ താഴെ തന്നെ നിൽക്കുക, ഇറങ്ങി വരുമോ മേലെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ അമ്മ മരിച്ചുപോയി, മോഹൻചാച്ചൻ ഇവരുടെ പപ്പയുടെ അനിയൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് പറ്റേന്ന് പറഞ്ഞ് ഫോണില്ല, നമ്മൾ പോയി പറഞ്ഞിട്ട് പറ്റേന്ന് പറഞ്ഞ് പറയാൻ പോവാം. അപ്പോൾ ഞങ്ങൾ ആയിക്കോട്ടെ വാവേ ഞങ്ങളെന്നാ കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ കുട്ടായി ഭയങ്കര കരച്ചിലാണ്. വലിയവായി കിടന്ന കാലം ഇടക്കാലത്ത് കരയാതെ എന്നെ നോക്കി ഞങ്ങൾ കയറി ചെല്ലുമ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കട്ടിലിങ്ങനെ കിടപ്പുണ്ട്. കിടന്നത് നമ്മൾ ഓർക്കുന്ന ഒന്നാമത് ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണ്. നേരത്തെ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്, ബ്ലോക്കുള്ള ആളാണ്. ഉണ്ട്, മരുന്ന് കഴിക്കുന്ന, ആയുർവേദ മരുന്ന് കഴിക്കുന്ന. അപ്പോൾ അങ്ങനെ വെച്ചാൽ നോർമൽ അങ്ങനെ സുഖമില്ല, പെട്ടെന്ന് വല്ല സൈലൻ്റ് അറ്റാക്ക് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എന്നാൽ അല്ലെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ആവും. എന്നാൽ ഡെത്ത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി കാലാമ്പൂർ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ഹസ്ബൻഡിനോട് പോയി വിളിച്ചുകൊണ്ട് വന്ന് ഡോക്ടർ നോക്കിയിട്ടാണ് പറഞ്ഞത് കഴുത്തിലൊരു പാടുണ്ട്, അതിനെല്ലാം കണ്ണിലൊരു ബ്ലഡ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഈ ശ്വാസം കിട്ടാതെ കിടന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നാൽ വേറെ ഒന്നും നോക്കിയില്ല. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞു, വിളിച്ച് സാറേ ഇങ്ങനെ സംശയം ആൾക്കാർ പറയുന്നുണ്ട്, ഒന്ന് വരണമെന്ന് പറഞ്ഞു. അല്ലല്ല 7, 8 മണി. ഞാൻ ഡോക്ടറെ വിളിക്കുന്ന 8 മണി കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഇപ്പോൾ ആള് ചെയ്ത് കാണും. നമ്മൾ ഞാൻ എത്തുന്ന 7:20 കഴിഞ്ഞാണ് ഞാനിവിടെ എത്തുന്നത്. അന്നേരം നമ്മളെല്ലാവരും അറിയുന്ന അന്നേരമാണ് ആ സമയത്ത്. നമ്മുടെ സമർത്ഥമായ ഉചിതമായ ഇടപെടലാണ് അറിയുന്നില്ലല്ലോ നമ്മൾ ഡോക്ടറെ. നമുക്ക് എന്തായാലും എന്നിട്ടും അവൻ പോലീസ് സ്റ്റേഷനിൽ വരാനും മൊഴി കൊടുക്കാനെല്ലാം കൂടെ നിന്നു. ഞങ്ങളുടെ കൂടെ നടക്കൂല. നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ നെഗറ്റീവ് ചിന്തിക്കില്ല. അവള് പെങ്ങൾ എൻ്റെ വലിയ അടുത്ത സുഹൃത്താണ്. കുട്ടായി അവനൊന്നത് പറ്റല്ലേ, അവനൊരു പാവമാണ്. വെള്ളമടി പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു കഴിഞ്ഞു. കല്ലൂർക്കാട് സ്റ്റേഷൻ CI SI മാർ ഉൾപ്പെടെ DSP പ്രത്യേക സംഘം തന്നെയാണ് കേസന്വേഷണത്തിന് എത്തിയിരിക്കുന്നത്.
ഇതിന്റെ പുറകിൽ പിടിച്ചോളൂ. കിട്ടിയോ? ഈ ഒരു മാലയ്ക്ക് വേണ്ടിയാണ്. 10 മാസം കൊണ്ട് പ്രസവിച്ചാലായിരുന്നതാ. കിട്ടിയതാ. പേര് അഡ്രസ്സും ഇതന്നെ ഇവിടെ മാല ഇതന്നെയല്ലേ ആരുടെ മാല ഇത്? അതുകൊണ്ട് ഈ ഒരു മാലയ്ക്ക് വേണ്ടിയാ ഇങ്ങോട്ട് പോകാമുണ്ടായിരുന്നു. അന്തോനെ നല്ല കാര്യങ്ങളൊക്കെ കുടിക്കണ വിളിച്ചാലേ കിട്ടുമോ? എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണ്. അല്ല സംഭവ സമയത്ത് എപ്പോഴേ ചെയ്തില്ലേ? നീ വരാൻ വേണ്ടി ചെയ്തില്ലേ? എവിടെ വെച്ചേ? ഇതിൽ നടന്നു പോണ സ്ഥലമാണോ? ജീപ്പിൽ ഇതിലാണോ? ഇത് നടന്ന് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതിൽ പോകണോ? ബൈക്ക് വെച്ച കൗസല്യ എന്ന് പറഞ്ഞൊരു ലേഡി 65 വയസ്സുള്ളതാണ്. അത് വീട്ടിൽ മകനുമായിട്ട് താമസിക്കുന്നതാണ്. മകനില്ലായിരുന്ന സമയത്ത് ഈ ലേഡിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയുണ്ടായി. അവിടെ ഒരു 3 പവൻ്റെ മാല നഷ്ടപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. വളരെ അപൂർവമായ ഒരു കൊലപാതകമല്ല സാറേ. പ്രതിയെ അത് കണ്ടെത്താനും എങ്ങനെയാണ് അതിൻ്റെ കേസിൻ്റെ രീതി? പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാന ലക്ഷ്യം തന്നെയാണ്. അതിലേക്കുള്ള മാർഗ്ഗങ്ങൾ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിൻ്റ് എല്ലാ ബ്യൂറോകളിൽ നിന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം വിവിധ ടീമുകളായിട്ട് തിരിഞ്ഞ് ഇപ്പം കല്ലൂർക്കാട് CI രവി സന്തോഷ്, പോത്താനിക്കാട് CI സജിൻ ശശി, കുട്ടമ്പുഴ CI ഷൈന എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ടീമുകളായിട്ട് തിരിഞ്ഞ് അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മുടെ IPS അഞ്ജലി മാഡം ടീം ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് ഏനാവിലേരുന്നു KK വിജയൻ.